അത് എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. എൻ്റെ സഹപ്രവർത്തകർ എത്രയോ 30 വർഷം 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ്. അവരങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. തലേ ദിവസം അല്ലെങ്കിൽ എന്നാണ് കൃത്യമായി നമുക്കറിയില്ല, വന്ന് കാണുന്നു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് പിന്നെ ഒരു ട്വിസ്റ്റ് നടന്നത്. അത് എന്നോടൊന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല. വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്താണ് അങ്ങനെ സംഭവിച്ചെന്നോ ഒക്കെ ചോദിക്കാം. ഒന്നും ചോദിക്കാതെ ഇത് പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്താണെന്ന് അറിയില്ല. അതെന്താണെന്ന് അറിയില്ല. അത് എന്താണ് എന്നോട് അവരങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നില്ല. അത് ശരിയല്ല. എനിക്ക് ഇനിയും നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും. അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ. ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടുന്നത് അവരാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടുന്നത് അവരാണ്. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പോൾ അതിന് അവരുടെ സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്. ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചുപേർ ശത്രുപക്ഷത്ത്, കുറച്ചുപേർ ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. ചിലർ വളരെ കുറച്ച് 1, 2, 3 പേര്. അത് തന്നെ പറഞ്ഞു, നമ്മൾ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ലായിരിക്കും. പക്ഷേ എങ്കിലും CCTV ഉണ്ടെന്നും അത് തെളിവുകളുണ്ടെന്നും ബില്ല് കണ്ടെത്തിയെന്നും ഒക്കെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത്. അതൊക്കെ വിഷമമുണ്ടാക്കി. ഒരു കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാൻ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളത്. അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ടുകൾ കൊടുത്താൽ മതി. അതുപോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരികളുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്.